നമസ്കാരം. ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി CK നാസർ കാഞ്ഞങ്ങാട്. പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് തിരിച്ചടിക്കാൻ സൈന്യങ്ങൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. തിരിച്ചടിയുടെ രീതിയും സമയവും ലക്ഷ്യവും തീരുമാനിക്കാനാണ് സേനകൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ദില്ലിയിൽ പ്രധാനമന്ത്രിയുടെ വസതിയിൽ സേനാ മേധാവിമാർ അടക്കം പങ്കെടുത്ത ഉന്നതതല യോഗത്തിനു ശേഷമാണ് പ്രതികരണ യോഗത്തിൽ പ്രതിരോധ മന്ത്രിയും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവും പങ്കെടുത്തു. ജമ്മുവിലെ അഖ്നൂരിൽ ഇന്ത്യൻ പോസ്റ്റ് ലക്ഷ്യമിട്ട് പാകിസ്ഥാൻ സൈന്യത്തിന്റെ വെടിവെപ്പ്. പഗ്വാൾ രാജ്യാന്തര അതിർത്തിയിലാണ് പ്രകോപനം. ഇന്ത്യൻ സൈന്യം ശക്തമായി തിരിച്ചടിച്ചു. പഹൽഗാമിൽ ആക്രമണം നടത്തിയ ഭീകരർക്കായി ഇന്ത്യൻ സൈന്യം തിരച്ചിൽ ശക്തമാക്കിയതിനു പിന്നാലെയാണ് പാകിസ്ഥാൻ സൈന്യത്തിന്റെ പ്രകോപനം. ഇന്ത്യക്കും പാകിസ്ഥാനുമിടയിൽ ഉടലെടുത്ത സംഘർഷ സാധ്യതയിൽ ആശങ്കയറിയിച്ച് ഐക്യരാഷ്ട്രസഭ. ഇന്ത്യയുമായും പാകിസ്ഥാനുമായും UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് സംസാരിച്ചു. ഇന്ത്യൻ വിദേശകാര്യമന്ത്രി S. ജയശങ്കർ, പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് എന്നിവരെ നേരിട്ട് വിളിച്ചാണ് UN സെക്രട്ടറി ജനറൽ ചർച്ച നടത്തിയത്. സംഘർഷം ഒഴിവാക്കണമെന്നും ഏതു തരത്തിലുള്ള മധ്യസ്ഥത വഹിക്കാനും UN ഒരുക്കമാണെന്നും സെക്രട്ടറി ജനറൽ അറിയിച്ചു. എന്നാൽ UN ആവശ്യത്തോട് ഇരു രാജ്യങ്ങളും ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ജമ്മു കാശ്മീരിലെ 87 വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ 48 എണ്ണവും താൽക്കാലികമായി അടക്കുന്നു. ആനന്ദ്നാഗിലെ സൂര്യക്ഷേത്രം ഉൾപ്പെടെയുള്ള കേന്ദ്രങ്ങളും അടച്ചിടുന്ന കേന്ദ്രങ്ങളിൽ ഉൾപ്പെടും. ഭീകരർക്കായുള്ള തിരച്ചിലും അതിനോടനുബന്ധിച്ചുള്ള വെടിവെപ്പും മറ്റും പല സ്ഥലങ്ങളിലും നടക്കുന്നതിനാൽ വിനോദസഞ്ചാരികളുടെ സുരക്ഷ ഉറപ്പാക്കുകയാണ് കാശ്മീർ സർക്കാരിന്റെ ലക്ഷ്യം. വിനോദസഞ്ചാരികളുടെ സാന്നിധ്യം ഭീകരർ മറയാക്കുന്നുവെന്ന സംശയവും ശക്തമാണ്. അതേസമയം കാശ്മീരിന് പുറത്തുനിന്ന് എത്തുന്നവരുടെ സുരക്ഷ വർദ്ധിപ്പിക്കാൻ കാശ്മീർ പോലീസിനും രഹസ്യാന്വേഷണ ഏജൻസികൾക്കും നിർദ്ദേശം ലഭിച്ചു. സംസ്ഥാനത്തും പുറത്തുനിന്നുള്ളവർക്ക് നേരെ ആക്രമണ സാധ്യത എന്ന റിപ്പോർട്ടുകളുടെ പശ്ചാത്തലത്തിലാണ് തീരുമാനം. കശ്മീർ സൈന്യത്തിനും ഭീകരർക്കും ഇടയിൽ ഏറ്റുമുട്ടൽ. എവിടെയാണ് ഏറ്റുമുട്ടൽ നടക്കുന്നതെന്ന് സൈന്യം വ്യക്തമാക്കിയിട്ടില്ല. അതോടൊപ്പം പഹൽഗാം ഭീകരാക്രമണത്തിൽ NIA അന്വേഷണം തുടരുകയാണ്. ആക്രമണ സമയത്ത് മരത്തിന് മുകളിൽ കയറി ഒളിച്ച പ്രാദേശികവാസിയുടെ മൊഴി NIAക്ക് ലഭിച്ചു. ഭീകരർ തിരിച്ചു പോകുന്നതടക്കം കണ്ട ഇയാൾ പോലീസിന് വിവരങ്ങൾ നൽകിയിട്ടുണ്ട്. NIAയും ഇയാളെ ബൈസവൺ വാലിയിൽ എത്തിച്ച് തെളിവെടുത്തു. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പാർലമെന്റിന്റെ ഇരുസഭകളുടെയും പ്രത്യേക സമ്മേളനം വിളിച്ചുകൂട്ടണമെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞു. പഹൽഗാം ഭീകരാക്രമണം ഓരോ ഇന്ത്യക്കാരനെയും പ്രകോപിപ്പിച്ചിരിക്കുന്നുവെന്നും ഈ നിർണായക സമയത്ത് ഭീകരതയ്ക്കെതിരെ ഇന്ത്യ ഒറ്റക്കെട്ടെന്ന് കാട്ടിക്കൊടുക്കണമെന്നും അതിനായി പ്രത്യേക സമ്മേളനം എത്രയും പെട്ടെന്ന് വിളിക്കണം